നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു. കുറച്ചുപേരെ കരയിപ്പിച്ചു, കുറച്ചുപേരെ സങ്കടപ്പെടുത്തി, കുറച്ചു പേർക്ക് താല്പര്യം കാണിച്ചു. അങ്ങനെ പല രൂപത്തിൽ അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുത്തു, ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുത്തു. ചില ഇല്ലായ്മയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗിമ്മിക് പരിപാടി നടത്തി ബഡ്ജറ്റ് എന്തായാലും അവതരിപ്പിച്ചു എന്നുള്ളിടത്താണ് തമാശ. അംഗനവാടി വർക്കർമാർക്ക് 1000 രൂപ കൊടുത്തു. അപ്പോഴും പ്രകടന പത്രികയിൽ പറഞ്ഞ് 21,000 രൂപ അവിടെ നിൽക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സ് 1000 രൂപ കൊടുത്തു. അംഗനവാടി വർക്കർമാർക്ക് 500 രൂപ കൂടെ ഹെൽപ്പർമാർക്കാണ് വർക്കർമാർക്കാണ് 1000, ഹെൽപ്പർമാർക്ക് 500 കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ പ്രീ പ്രൈമറിക്കാർക്ക് ഒരു 1000 രൂപ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസം 25 രൂപ കൂട്ടാൻ തീരുമാനിച്ചു. കരാർ ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5%, പത്രപ്രവർത്തകർക്ക് 13,000 കിട്ടും ഇപ്പോൾ പെൻഷൻ, കാരണം 1500 ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ചു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ 5 വർഷവും വർഷത്വവും പാലിക്കുക ഇടതുപക്ഷ സർക്കാരുകളുടെ നയമാണ്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം ഉണ്ടാവും. പക്ഷേ പ്രശ്നം 3 മാസത്തേക്ക് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. 3 മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കാലയളവ് കഴിയും, ഈ ഗവൺമെൻറ് കാലയളവ് കഴിയും. അതിലൊരു ശരിക്കൊരു പറ്റിപ്പ് ഉണ്ടോ എന്നൊരു സംശയം തീർച്ചയായിട്ടുണ്ട്. 12 പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പിലാക്കും. അതങ്ങനെയാണ്. ഈ 3 മാസം കൊണ്ട് റിപ്പോർട്ട് കിട്ടണം. വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് സർക്കാർ ജീവനക്കാരെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. പെൻഷൻകാരുടെ DA/DR സമ്പൂർണ്ണമായി കൊടുക്കും. ഇപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേട്ടാൽ എല്ലാം മേമ്പൊടിയിൽ രസകരമാണെന്ന് തോന്നും. അകത്തോട്ട് പോയാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. DA ഒരെണ്ണം ഇപ്പോൾ ഫെബ്രുവരി കൊടുക്കും, ബാക്കിയുള്ളത് മാർച്ചിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗസ് അലവൻസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്യൂർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ കൊണ്ടുവരും. അഷ്യൂർഡ് പെൻഷൻ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷൻ. പക്ഷെ അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ അഷ്യൂർഡ് പെൻഷനിലുണ്ട്. അതിപ്പോഴും എന്താണെന്ന് അറിയില്ല. അതിങ്ങനെ DR അനുവദിക്കുമെന്നൊക്കെ പറയുന്നല്ലാതെ NPS അഷ്യൂർഡ് പെൻഷനിൽ മാറാൻ ഓപ്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് മറ്റൊരു ഉടായ്പായിരിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അച്യുതാനന്ദന്റെ പേര് നിലനിർത്താൻ വേണ്ടി ഒരു 20 കോടി രൂപ തിരുവനന്തപുരം സെന്ററിന് അനുവദിക്കുന്നു. പിന്നെ കട്ടപ്പന തേനി തുരങ്കപാത വീണ്ടും വരാൻ അതിൻ്റെ ഒരു സാധ്യതാ പഠനം 10 കോടി രൂപ. വയനാടുള്ള തുരങ്കപാത പോലെ ഇസ്ലാമിക പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്തവുമായ ഷൈഖ് സൈനുദ്ദീൻ മഹദൂം 2ാം അമെൻഡ്മെന്റ് പേരിൽ പൊന്നാനിയിൽ ചരിത്ര സ്മാരകം. അയ്യങ്കാളി പഠനം എല്ലാ ജാതി മത സംഘടനകളെയും നന്നാക്കി പൂശിയിട്ടുണ്ട്. ബാലഗോപാലൻ എണ്ണ തേച്ചിട്ടുണ്ട്. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 രൂപ. കാവാരിക്കുളം കണ്ടൻ കുമാര പഠന കേന്ദ്രത്തിന് 1.5 കോടി. മാർവാനീസ് മ്യൂസിയത്തിന് 1.5 കോടി. ജില്ലാ ആശുപത്രികളിൽ മെനോപാസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ 3 കോടി. കുടുംബശ്രീക്ക് 22 കോടി. റോഡപകടങ്ങളിൽ പെട്ടാൽ 5 ദിവസത്തെ ചികിത്സ ഫ്രീ. ഇങ്ങനെ പിന്നെ വിവിധ റോഡുകളുടെ സംവിധാനങ്ങൾ. കാർഷിക അനുബന്ധ മേഖലയ്ക്കുള്ള തുക വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടി രൂപ. അതാണ് വലിയ പൈസ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് വർക്ക്ഷോപ്പിൽ 400 കോടി രൂപ. ക്ഷേമ പെൻഷൻ നൽകുന്നതിന് 14,500 കോടി. പിന്നെ നികുതിദായകരെ ആദരിക്കാനും പുരസ്കാരങ്ങൾ നൽകുന്നതിന് 5 കോടി. കേരളത്തിലെ പൗരന്മാർക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിന് 20 കോടി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിനുള്ള പൈസ. പഞ്ചായത്ത് മെമ്പർമാർ കൗൺസിലർമാരുടെ ഓണറേറിയം കൂട്ടും. തദ്ദേശ ഭരണ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽ മിഷന് രൂപം നൽകും. പ്രതിരോധ ഇടനാഴിക്ക് രൂപം നൽകും. ഇങ്ങനെ പോയി ഒരുപാട് തൊഴിൽ പരിശീലനത്തിന് വർക്ക് നിയർ ഹോം പരിപാടി. പിന്നെ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയതാക്കുന്നതിനുള്ള ലോണ്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ സ്മാർട്ടാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി അധികമായി 1000 കോടി രൂപ. കേട്ടാ തോന്നും തൊഴിലുറപ്പുകാരുടെ അവരുടെ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കും. ഒരു കാരണവശാലും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. റിട്ടയർമെന്റ് ആനുകൂല്യം ഹോമുകൾ സംബന്ധിക്കാൻ സംഘടന ഗ്രൂപ്പുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്കും 30 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് ഹോമുകൾ ധാരാളമായി വരും. വീടുകളിൽ ഒറ്റപ്പെട്ടു വന്ന മുതിർന്നവർക്ക് കോൾ സേവനം ലഭ്യമാകുന്നതിന് 10 കോടി. അഡ്വക്കേറ്റ് വെൽഫെയർ 20 ലക്ഷം. 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസവും സൗജന്യമാക്കും. ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. കാരുണ്യ ആരോഗ്യ പദ്ധതി. കേരള കലാകേന്ദ്ര സ്ഥിരം വേദി സ്ഥാപിക്കാൻ 10 കോടി. ഇങ്ങനെ തുടങ്ങി പിന്നെ 10,000 രൂപ വെച്ച് ക്ലബ്ബുകൾക്ക്. ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംതൃപ്തിപ്പെടുത്താനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴും ശമ്പള പരിഷ്കരണം, DA, അഷ്യൂർഡ് പെൻഷൻ, തൊഴിലുറപ്പുകാരുടെ കാര്യങ്ങൾ, മറ്റവർക്ക് 1000 രൂപ വെച്ച് കൊടുത്തത്, അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു സമഗ്രമായി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബാക്ക്ലോഗും കൃത്യമായി ഇവിടെ നിൽപ്പുണ്ട്.